ഇറങ്ങിക്കോ. നിങ്ങൾക്ക് അവിടെ എടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പക്കറ്റ് കയറണം. അങ്ങനെ അവരിക്കുമ്പോ അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ അതിനോട് ഉപക്ഷേപം വിളിക്കുന്നത് എന്തും മര്യാദകരാണ്. അങ്ങ് പറഞ്ഞോ. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് പറയില്ല. ഞാൻ 2 മിനിറ്റ് വാക്കൗട്ട് പ്രശ്നം. ഞാൻ അതിനു മുമ്പ് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യാണ്. ഞങ്ങൾക്ക് ചെയ്യാമല്ലോ ഏത് സമയത്തും. 2 മിനിറ്റേ സംസാരിക്കുള്ളൂ. 2 മിനിറ്റ്. സാർ, ഇവിടെ ഒരുപാട് നേരം ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിച്ചു, മറുപടി സംസാരിച്ചു. ഞങ്ങൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ADGP അങ്ങ് പറഞ്ഞു പെട്ടെന്ന് അങ്ങ് പറഞ്ഞോ. അങ്ങ് പറഞ്ഞോ. അങ്ങനെ പറയണ ബാളുണ്ടാക്കിയ ഞങ്ങൾ ഉന്നയിച്ച ADGP RSS നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് സർക്കാരിന്റെ കൃത്യമായ മറുപടി. ഞാൻ 2 മിനിറ്റാണ്. 1, 2 ഡൽഹിയിലെ 13-ാം തീയതിയിലെയും ഇതൊക്കെ മര്യാദകേടിന്റെ മാക്സിമമാണ്. പ്രസംഗം ഇത് മര്യാദകേടിന്റെ മാക്സിമം. അങ്ങ് പറഞ്ഞോ. നിങ്ങൾക്ക് അവിടെ എടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പക്കറ്റ് കയറണം. അങ്ങനെ അവരിക്കുമ്പോ അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഡൽഹിയിലെ PR ഏജൻസിയുടെ ഇന്റർവ്യൂമായി ബന്ധപ്പെട്ട കാര്യം. ആ PR ഏജൻസിയെ കുറിച്ചോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം RSSനെ കുറിച്ചാണ്. സാർ, ഒരു കാര്യം പറയാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം, അദ്ദേഹം ഇതെല്ലാം പറഞ്ഞതിന്റെ അവസാനം RSS ബന്ധം പറഞ്ഞു. സാർ, കഴിഞ്ഞ പാർലമെന്റിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, വാ തുറന്നാൽ വർഗീയ വിഷം തുപ്പുന്ന അനുരാഗ് ഠാക്കൂർ. അയാളുമായി ഒരുമിച്ച് എന്ന് സൗഹൃദത്തിന്റെ ഫോട്ടോ ഇട്ട് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ എന്തും മര്യാദ അങ്ങ് അവസാനിപ്പിക്കരുത്. 2 മിനിറ്റ് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കൊടുക്കലാണോ? ബഹളം ഉണ്ടാക്കൂലേ? അങ്ങ് പറഞ്ഞല്ലോ. പോയിന്റ് ക്ലിയറായി. അങ്ങ് പറഞ്ഞോ. അങ്ങ് പറഞ്ഞോ. മന്ത്രി അങ്ങനെ 5 ഇരട്ടി തന്നിട്ടുണ്ട്. 25 മിനിറ്റ് അങ്ങേ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിനോട് ഉപക്ഷേപം വിളിക്കുന്നത് എന്തും മര്യാദകരാണ്. അങ്ങ് പറഞ്ഞോ. അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും പറയാതെ വേറെ കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയും. സാർ, അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു.